ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണക്കാരായ ആളുകൾ അവർക്ക് ദീൻ എന്താണ്, ഖുർആനിൽ പറയുന്ന ആശയം എന്താണ്, നബിതങ്ങൾ പഠിപ്പിച്ചത് എന്താണ്, മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചത് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയും അവരെ ഈമാൻ ഇസ്ലാം സംരക്ഷിക്കേണ്ട ബാധ്യതയും പണ്ഡിതന്മാർക്കുണ്ട്. അത് കാര്യലാഭത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ സ്ഥാനമാനത്തിനു വേണ്ടിയല്ല, ജനങ്ങളെ കയ്യടി വാങ്ങാൻ വേണ്ടിയല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിർവഹിക്കുമ്പോൾ ചിലർക്ക് ആ പറയുന്നത് ഇഷ്ടപ്പെടാതെ ഉണ്ടാകാം. അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും ഇടകലർന്ന് രാവിലെ തന്നെ തുള്ളുന്ന ഒരു പരിപാടി ചില സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ സമസ്ത കേരള ജമിയത്തിനുടെ മുശാവറ അങ്ങനെ ആണും പെണ്ണും ഇടകലർന്ന്, അതേ അന്യ ആണും അന്യ പെണ്ണും ഇടകലർന്ന് തുള്ളുന്ന പരിപാടികൾ പാടില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ പ്രത്യേകം പേരെടുത്ത് വിമർശിച്ച ഒരു റിട്ടയർ ഉദ്യോഗസ്ഥനെ നമ്മൾ കാണുകയുണ്ടായി. പടച്ചവൻ അദ്ദേഹത്തിന് സന്മാർഗത്തിന്റെ വെളിച്ചം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ഡിതന്മാർക്കെതിരെ പഴയ കാലത്തെ ഒരുപാട് കക്ഷികൾ അവരുദ്ദേശിച്ചതുപോലെ പറഞ്ഞില്ലെങ്കിൽ വാളെടുത്തവരുണ്ട്, കൊന്നവരുണ്ട്. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന സംഭവമൊക്കെ ചരിത്രത്തിലുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ഇന്നലെ ഞാൻ വാളിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോഴാണ് തലവെട്ടിക്കൊന്നു കളഞ്ഞത്. ആരായിരുന്നു അത്? മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണെന്ന് വാദിച്ച പുത്തൻവാദികളായിരുന്നു. അങ്ങനെയൊക്കെ ഈ ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് ധാരാളം കാണാം. അവിടെയൊന്നും പണ്ഡിതന്മാര് പതറിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ചീഫ് ജസ്റ്റിസ് ആക്കുകയാണ് എന്ന് ജാഫർ ഇബ്നു മൻസൂർ എന്ന് പറയുന്ന ഗവർണർ പറഞ്ഞപ്പോ എന്നെ കൊണ്ടതിനാവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതേ, ഇതാരാണ്? അവിടെ കൂഫയിലും ബസറയിലും ഒക്കെയുള്ള എല്ലാ ജഡ്ജിമാരും എല്ലാ ഖാദിമാരും നിങ്ങൾ പറയും പോലെ വിധിക്കണം എന്നായിരുന്നു ആ ഭരണാധികാരി തീരുമാനമെടുത്തത്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, ഞാനതിനില്ല, സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഏതായാലും അതിന് പറ്റൂല. അതെന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞു എന്നോട് നിങ്ങൾ ഖാദിയാകാൻ അർഹനാണ്, ഞാൻ പറഞ്ഞു ഞാൻ അർഹനല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അർഹനാണ് എന്ന് വീണ്ടും പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അർഹനല്ലല്ലോ, എന്നെ ഖാദിയാക്കാൻ പറ്റൂലല്ലോ. പിന്നെയോ നിങ്ങൾ പറഞ്ഞു അർഹനാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ കളവല്ലേ? കളവ് പറയുന്ന ആൾ എന്തായാലും ഖാദിയാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതായാലും ഞാൻ ഖാദിയാകാൻ പറ്റില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖാദിയാകാൻ അർഹതയില്ലാഞ്ഞിട്ടല്ല. ഇത് പറയുമ്പോൾ നമ്മളെ കേരളത്തിലെ ഖാദി വിഷയമാണ് ആരും തെറ്റിദ്ധരിക്കരുത്. കേരളത്തിൽ ഖാദി എന്ന് സാധാരണ ഖതീബുമാർക്ക് ഖാദി എന്ന് പറയും, അതുപോലെ തന്നെ ജോലി എടുക്കുന്നവർക്ക് ഖാദി എന്ന് പറയും. അതല്ല ഞാൻ പറയുന്നത്. ഇത് ചീഫ് ജസ്റ്റിസാണ്, ജഡ്ജിയാണ്. ആ ജഡ്ജിയാകാനുള്ള എല്ലാ അർഹതയും അറിവ് കൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾക്കുണ്ടെങ്കിലും അള്ളാഹുവിനെ പേടിച്ച് തീരുമാനം പറയാനുള്ള പേടി കൊണ്ട് മാനവർകൾ മാറി നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ ഭരണാധികാരി പിടിച്ച് ജയിലിലിട്ടു. ഓരോ ദിവസവും പൗപ്പത്തി വീതം ചാട്ടവാറ് കൊണ്ടുള്ള അടി കൊടുക്കാൻ വിധിച്ചു. ആ അടി ദിവസേന കൊടുക്കൽ മാത്രമല്ല, ടൗണിലേക്ക് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അടി. അങ്ങനെ അടിച്ച് കാലിൻ്റെ താഴ്ഭാഗം അതാ വേദനിച്ച് പഴുത്ത് വളരെ വിഷമിച്ച് അവസാനത്തെ 10ാമത്തെ ദിവസം മഹാനവറുകളെ അടിച്ചപ്പോൾ വേദന സഹിക്കാതെ ചോര പൊട്ടി വിഷമിച്ചപ്പോൾ പടച്ച റബ്ബിനോട് ഒരൊറ്റ ദുആ. ആ ദുആ കഴിഞ്ഞ് 5 ദിവസമേ മഹാനവറുകൾ പിന്നെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാർ ഇവിടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിർത്തിയത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഭരണാധികാരി അന്ന് അദ്ദേഹത്തിന് ചിലരെ കണ്ണുമിഴിച്ചിട്ട് തലാഖ് ചൊല്ലിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ചെല്ലടാ നിന്റെ ഭാര്യൻ്റെ തലാഖ്. അങ്ങനെ പറയുമ്പോൾ ചിലർ പേടിച്ചിട്ട് അദ്ദേഹത്തെ പേടിച്ച് തലാഖ് ചൊല്ലു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അങ്ങനെയല്ല. മുക്റഹിന്റെ തലാഖ്, അതാ നിർബന്ധിച്ച് തലാഖ് ചൊല്ലിച്ചാൽ കത്തി കാണിച്ച് ചൊല്ലടാ തലാഖ് എന്ന് തലാഖില്ല, ചൊല്ലി തലാഖ് പോവില്ല. അങ്ങനെയാണ് നിയമം. അതനുസരിച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു, മുക്റഹിന്റെ നിർബന്ധിക്കപ്പെട്ടവന്റെ തലാഖ് സംഭവിക്കുകയില്ല. അത് പറഞ്ഞതിൻ്റെ പേരിൽ ആ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചടിച്ച് കൈപൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയൊന്നും പണ്ഡിതന്മാർ ചൂളിയിട്ടില്ല, പണ്ഡിതന്മാർ പതറിയിട്ടില്ല.
അവർ പഠിച്ച സത്യം ഏത് കക്ഷികളുടെ മുന്നിലും തുറന്നു പറഞ്ഞ അനുഭവങ്ങളും പാരമ്പര്യവുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത്. അത് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടരുക തന്നെ ചെയ്യും. അതിൽ സർവ്വ പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും പിന്തുണ, പണ്ഡിതന്മാർക്ക് ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഞാനിത് പറഞ്ഞു വരുന്നത്, ആരെങ്കിലും അതാ പണ്ഡിതന്മാര് നിയമം പറയുമ്പോ അതിനെ അവരുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമോ ഒന്നും ചൂണ്ടിക്കാണിച്ച് പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല, ആരെയും വളരാൻ അനുവദിക്കുകയും ഇല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം പറയും. അത് പണ്ഡിതന്മാരെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തീവ്രവാദികൾ വളരുമായിരുന്നു, ഇവിടെ ഭീകരവാദികൾ വളരുമായിരുന്നു, ഇവിടെ അക്രമകാരികൾ വളരുമായിരുന്നു, ഇവിടെ വർഗീയവാദികൾ വളരുമായിരുന്നു. മുസ്ലിം സമുദായത്തിന് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അവരത് നിർവഹിച്ചു കൊണ്ടേയിരിക്കും.